ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കോൺജുഗേറ്റ് എലമെൻസിനെ കുറിച്ചും കോൺജുഗേഷൻ ഐസോമോർഫിസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് റൂട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ കോംപ്ലക്സ് റൂട്ടുകൾ നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും എങ്ങനെയുണ്ടാവുക കോംപ്ലക്സ് റൂട്ട്സ്? ഒക്കേഴ്സ് ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ് അല്ലേ. അതായത് a+ib എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ്റെ റൂട്ടാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റും എന്തായിരിക്കും? അതിൻ്റെ റൂട്ടായിരിക്കും. അതേ ഇക്വേഷൻ്റെ തന്നെ റൂട്ടായിരിക്കും. അതാണ് കോംപ്ലക്സ് റൂട്ട്സ് ഒക്കേഴ്സ് ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺജുഗേറ്റ് എലമെൻ്റ് എന്നുള്ള ഐഡിയ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാം. നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് നേരത്തെ a+ib റൂട്ടാണെങ്കിൽ a-ib റൂട്ടാണെന്നൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കാര്യം എടുക്കണം. അതായത് നമ്മൾക്കറിയാം സിയും ആറും തമ്മിൽ അല്ലേ, സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? R(i) ആണ് അല്ലേ. സി ഈസ് ഈക്വൽ ടു R(i). അതുപോലെ ഐയും -ഐയും കൺസിഡർ ചെയ്യുന്ന സമയത്തിൽ ദേ ആർ കോൺജുഗേറ്റ് ഓവർ R ആണ് അല്ലേ. സെയിം ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലേ. ഐയുടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ R എന്ന് പറയുന്നത് എന്താ? x² + 1 -ഐയുടെയും x² + 1. സോ ദേ ആർ കോൺജുഗേറ്റ് എലമെൻറ്റ്സ്, കോൺജുഗേറ്റ് ഓവർ R അല്ലേ. I and -i conjugate over R since they have the same irreducible polynomial over R. അപ്പോൾ ഇത് കോൺജുഗേറ്റ് എലമെൻസുകളാണെങ്കിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം പ്രകാരം നമുക്കൊരു ഐസോമോർഫിസം i ഫ്രം f(i) ടു R(i), എഫിന് പകരം R ആണല്ലോ, R(i) ടു R(-i) എന്ന് പറഞ്ഞാൽ എന്താ? R(-i)യും R(-i)യും എന്ത് തന്നെയാണ് അല്ലേ? സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് ബോത്ത് R ആൻഡ് I എന്ന് പറയുന്നതാണ് R(i). സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ്, ഇതിൽ -i ഉണ്ട് അല്ലേ. അപ്പോൾ R(-i) എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? R(i) തന്നെയാണ്. R(i) ആരാന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്, നമുക്കറിയാം, C ആണ് അല്ലേ. അപ്പോൾ i കോൺജുഗേഷൻ ഐസോമോർഫിസം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഫ്രം C ടു C അല്ലേ. ഇതെങ്ങനെ മാപ്പ് ചെയ്യുക? ഇതിലൊരു എലമെൻ്റ് ഫോം എന്താ? R(i) എലമെൻറ്റുകളുടെ ഫോം എന്തായിരിക്കും അല്ലേ? ഡിഗ്രി ഓഫ് I ഓവർ R എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ ഇവിടെ ആരാണ് സ്പാനിങ് സെറ്റ്? ആരാണ്? അല്ലെങ്കിൽ ബേസിസ് 1i അല്ലേ. സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത് 1i അല്ലേ. R(α), f(α), ഡിഗ്രി ഓഫ് ആൽഫ ഓർ എഫ് എന്ന് പറയുന്നത് n ആണെങ്കിൽ 1 ആൽഫ, α² എക്സെട്ര α⁻n-1 എന്ന് പറയുന്നത് ഫോം എ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് അല്ലേ. f(α) ഓർ എഫ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്പാൻസ്, അല്ലെങ്കിൽ ഈച്ച് ബീറ്റ ബിലോങ്സ് ടു f(α) ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അല്ലേ. നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെൻറ്റ് ഫോം എന്താ? ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അല്ലേ. അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് ടേംസ്, സ്കെയിലേഴ്സ് എവിടെ നിന്ന് എടുക്കുന്നത്? ഓവർ ആറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ a+ib എന്നുള്ള ഫോമിലായിരിക്കും ഇതിൽ ഓരോ എലമെൻറ്റുകളും വരിക. എയും ബിയും ആറിലെ എലമെൻറ്റ് കിട്ടിയോ? അപ്പോൾ ഇതിൻ്റെ ഇമേജ് എന്തായിരിക്കും? i -i ഓഫ് a+ib എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക? i -i ഓഫ് a+ib എന്ന് പറയുന്നത് എന്തായിരിക്കും? i -iലോട്ടല്ലേ പോവുക അല്ലേ. a-ib അല്ലേ. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ? a+ib എന്ന് പറയുന്ന ആള് ഇപ്പം നമ്മളൊരു പോളിനോമിയൽ f(x) കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ f(x) = സം a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് an(x)n ആണെന്ന് വിചാരിക്കുക. കിട്ടിയോ? അപ്പോൾ a+ib എന്ന് പറയുന്നത് അതിൻ്റെ 0 ആണെന്ന് തന്നിട്ടുണ്ട്. f(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ് R(x)ലെ
അതിൻ്റെ ഒരു സീറോ ആണ് എ പ്ലസ് ഐ ബി. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ഐ ബി എന്തായിരിക്കും? സീറോ ആയിരിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എ മൈനസ് ഐ ബി ഇതിൻ്റെ കോൺജുഗേറ്റും ഇതിൻ്റെ ഒരു സീറോ ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അല്ലേ? അത് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് കിട്ടണം? എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ഐ ബി പ്ലസ് എ ടു ഇൻറ്റു എ മൈനസ് ഐ ബി ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ മൈനസ് ഐ ബി ദി ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടണം. അല്ലേ? അപ്പം അതെങ്ങനെ കിട്ടുന്നുള്ളതാണ് നമ്മളുടെ മുന്നിലെ ചോദ്യം. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ഐ ബി സീറോ എന്ന് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. കാരണം എന്ത് തന്നിട്ടുണ്ട്? എ പ്ലസ് ഐ ബി ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഇതിന്ന് എങ്ങനെ എഴുതാം? എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ഐ ബി പ്ലസ് എ ടു ഇൻറ്റു എ പ്ലസ് ഐ ബി ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ പ്ലസ് ഐ ബി ദി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു സീറോ എന്നറിയാം. അല്ലേ? ഇനി നോക്കൂ, നമ്മൾ കോൺജുഗേഷൻ ഐസോമോർഫിസം ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. സൈ ഐ ഇതൊരു ഐസോമോർഫിസം ആണ്. അല്ലേ? അപ്പോൾ രണ്ട് സൈഡും ഇവിടെ ഇത് കൊടുക്കുന്നത് ഇത് എഫ് ഓഫ് എ പ്ലസ് ഐ ബി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? സൈ ഐ മൈനസ് ഐ ഓഫ് എഫ് ഓഫ് എ പ്ലസ് ഐ ബി അല്ലേ ഈക്വൽ ടു ഇതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു സൈ ഐ മൈനസ് ഐ ഓഫ് സീറോ. നമുക്കറിയാം അതിൻ്റെ ഇമേജ് ഇതൊരു ഐസോമോർഫിസാണ്. ഐഡൻറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോവുക? സീറോയിലോട്ട് തന്നെ. സൈ ഐ മൈനസ് ഐ ഓഫ് എഫ് ഓഫ് എ പ്ലസ് ഐ ബി എന്താണ്? എഫ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറയുമ്പോൾ ഇതാണ് സൈ ഐ മൈനസ് ഐ ഓഫ് എഫ് ഓഫ് എ പ്ലസ് ഐ ബി എന്താ? എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ പ്ലസ് ഐ ബി പ്ലസ് എ ടു ഇൻറ്റു അല്ലേ എ പ്ലസ് ഐ ബി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ ഈക്വൽ ടു ലാസ്റ്റ് ടേം ഉണ്ട് കേട്ടോ, nth ടേം ഉണ്ട്, n പ്ലസ് 1th ടേം. അപ്പോൾ ഇത് നോക്കൂ, സൈ ഐ മൈനസ് ഐ ഓഫ് ഇതൊരു ഐസോമോർഫിസാണ്. ഐസോമോർഫിസം പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എ നോട്ട് പ്ലസ് എ വൺ ഇൻറ്റു എ മൈനസ് ഐ ബി പ്ലസ് എ ടു ഇൻറ്റു എ മൈനസ് ഐ ബി ദി ഹോൾ സ്ക്വയർ അല്ലേ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ഇൻറ്റു എ മൈനസ് ഐ ബി ദി ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടിയത്? എ മൈനസ് ഐ ബി ഈസ് ഓൾസോ എ സീറോ ഓഫ് ദി പോളിനോമിയൽ എഫ് ഓഫ് എക്സ് equal to a naught plus a1x plus etc plus an x raised to n belongs to R of x. Okay, so the complex root always occurs in conjugate pairs. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന് 5 കോംപ്ലക്സ് റൂട്ട്സ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും. അങ്ങനെ കോംപ്ലക്സ് റൂട്ട് എപ്പോഴെങ്കിലും ഓഡ് നമ്പറായിട്ട് വരില്ല, ഒരിക്കലും ഓഡ് നമ്പറായിട്ട് വരില്ല. കാരണം എന്താ? എ പ്ലസ് ഐ ബി റൂട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എ മൈനസ് ഐ ബിയും വന്നു കഴിഞ്ഞു. കിട്ടിയോ? അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് നോക്കൂ അല്ലേ, ഓട്ടോമോർഫിസ്. ഐസോമോർഫിസ് എന്താണെന്ന് നമുക്കറിയാം. ഓട്ടോമോർഫിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പിലാണെങ്കിലും റിങ്ങിലാണെങ്കിലും എല്ലാം ഓട്ടോമോർഫിസം നിങ്ങൾക്കറിയാം അല്ലേ? ഇപ്പോൾ ഗ്രൂപ്പ് തിയറിയിലാണെങ്കിൽ ഫൈ എന്ന് പറയുന്നൊരു ഓട്ടോമോർഫിസം ഫ്രം ജി ടു ഫൈ ഫ്രം ജി ടു ജി എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ആണെങ്കിൽ that isomorphism, an isomorphism from a group to itself is an automorphism. അതുപോലെ തന്നെയാണ് റിംഗ് തിയറിയിൽ an isomorphism from a ring to itself is an automorphism. ഓക്കെ, അതുപോലെ ഫീൽഡിൽ an isomorphism from a field F to itself is an automorphism. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പൊരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ക്യൂ ഓഫ് റൂട്ട് ടു, നിങ്ങൾ എടുക്കുന്ന ഫീൽഡ് ക്യൂ ഓഫ് റൂട്ട് ടു. ക്യൂ ഓഫ് റൂട്ട് ടുവിൽ നിന്ന് ക്യൂ ഓഫ് റൂട്ട് ടുവിലോട്ട് എത്ര ഓട്ടോമോർഫിസംസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ക്യൂ ഓഫ് റൂട്ട് ടുവിൽ നിന്ന് ക്യൂ ഓഫ് റൂട്ട് ടുവിലോട്ട് എത്ര ഓട്ടോമോർഫിസംസ് ഉണ്ട്? 5 അല്ലേ? എത്ര എണ്ണം ഉണ്ടാവും നോക്കാം നമുക്ക് അല്ലേ. എങ്ങനെയാണ് കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആള് നോക്കാം. 5 എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് ഐഡൻറ്റിറ്റി ആയിട്ട് എടുക്കാം അല്ലേ. 5 ഓഫ് എന്ത്? ഇതിലെ എലമെൻറ്റുകളുടെ ഫോം എന്താ? ഡിഗ്രി 1 റൂട്ട് 2 അല്ലേ. അപ്പോൾ എ പ്ലസ് ബി റൂട്ട് 2. അപ്പോൾ 5 ഓഫ് അതെന്ത് തന്നെ എടുക്കാം? എ പ്ലസ് ബി റൂട്ട് 2 തന്നെ എടുക്കാം അല്ലേ. ഐഡൻറ്റിറ്റി അതൊന്നുണ്ടാവും. ഇനി അടുത്ത് എന്തെടുക്കാം? 5 എങ്ങനെ എടുക്കാം? അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം. 5 റൂട്ട് സൈ ആണ് കേട്ടോ നിങ്ങൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല. 5 റൂട്ട് 2 മൈനസ് റൂട്ട് 2 അല്ലേ. അതെന്ന് പറഞ്ഞാൽ എന്താ? അതെന്താ സാധനം?
ഒന്ന് റൂട്ട് ടൂലോട്ട് തന്നെ കൊണ്ടുപോകുന്നു. പിന്നെ നിങ്ങൾക്കറിയാം ക്യൂയിലെ എലമെൻസുകളെ അതിലോട്ട് മാപ്പ് ചെയ്യിക്കുന്നു. രണ്ടാമത്തത് റൂട്ട് അതിൻ്റെ കോൺജുഗേറ്റിലോട്ട്. ഇങ്ങനെയുള്ള ഐസോമോർഫിസംസ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എലമെൻസുകളെ അതിൻ്റെ കോൺജുഗേറ്റിലോട്ട് മാപ്പ് ചെയ്യിച്ചാൽ മതി. അപ്പോൾ റൂട്ട് a മൈനസ് ബി റൂട്ട്. അപ്പോൾ ഇത് രണ്ടും ഇവിടുത്തെ എന്താണ്? ഐസോമോർഫിസംസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഓട്ടോമോർഫിസംസ് ഓൺ ക്യൂ ഓഫ് റൂട്ട് ആണ്. കിട്ടിയോ? അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ടേം ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്കൊരു ഐസോമോർഫിസം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐസോമോർഫിസംസ് തരും. ഒരു ഐസോമോർഫിസം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഐസോമോർഫിസംസ് തന്നിട്ട് നമ്മളോടുള്ള നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റ് ഇപ്പം ഞാൻ പറയാം. ഇപ്പം സിഗ്മ എന്ന് പറയുന്നൊരു ഐസോമോർഫിസം എന്ന് വിചാരിക്കാം. സിഗ്മ ഫ്രം ഇ ടു സം ഏതെങ്കിലും ഒരു ഫീൽഡ്, സിഗ്മ ഫ്രം ഇ ടു ഇ ഡാഷ് ഒരു ഐസോമോർഫിസാന്ന് വിചാരിക്കുക. നമുക്ക് ഇയിലെ ഒരു എലമെൻ്റ് എടുക്കാം. an element, we take an element a from e. കിട്ടിയോ? ഞാൻ ഇനി പറയാൻ പോകുന്നു, ശ്രദ്ധിക്കുക. we can say that this element a belongs to e is left fixed by sigma. Left fixed by sigma if sigma of a equal to a. എയിലോട്ട് തന്നെ മാപ്പ് ചെയ്യിക്കണം. അങ്ങനെയാണെങ്കിൽ we can say that this element is left fixed by sigma. അപ്പോൾ ഒരു ഐസോമോർഫിസം. ഇനിയിപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഐസോമോർഫിസം, സി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് ആണെന്ന് വിചാരിക്കുക. കിട്ടിയോ? ഈ കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് ഇതിൽ തന്നെ ഓൺ ഇയിൽ നിന്നുള്ള ഐസോമോർഫിസം ഇങ്ങനെയുള്ള സിഗ്മകളുടെ കളക്ഷനാന്ന് വിചാരിക്കുക സി. അപ്പോൾ ഈ സി എന്ന് പറയുന്നത് ലീവ്സ് എ സബ് ഫീൽഡ്. ഇതിൻ്റെ ഒരു സബ് ഫീൽഡ് എടുക്കുക. ഇ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ് ഫീൽഡാണെന്ന് വിചാരിക്കുക. ഇയുടെ ഒരു സബ് ഫീൽഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ സി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് ഓൺ ഇ ആണ്. ഈ കളക്ഷൻ ഇ ഡബിൾ ഡാഷിനെ എപ്പോഴാണ്, ഇ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. സോ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക ദിസ് സി, ഈ കളക്ഷൻ leaves E double dash fixed, leaves a subfield of E fixed. കളക്ഷൻ ഓഫ് ഐസോമോർഫിസം ലീവ്സ് എ സബ്ഫീൽഡ്, അല്ലെങ്കിൽ ലീവ്സ് ഈ തന്നെ ഈൻ്റെ ഒരു സബ്ഫീൽഡാണ്. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഐസോമോർഫിസംസ് ലീവ്സ് ഇ ഡബിൾ ഡാഷ് ഫിക്സഡ് എന്ന് ആദ്യം എപ്പോഴാണ് പറയാൻ നോക്കാം. എപ്പോഴാണ് പറയുക? ഇതിനകത്ത് ഓരോ ആളുകളും ഇതിനകത്ത് ഇപ്പോൾ ഈ കളക്ഷനകത്ത് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറയുന്ന 3 ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് മൂന്നെന്താ? ഐസോമോർഫിസം ഫ്രം ഇ ടു സം ഫീൽഡ്. അപ്പോൾ ഈ കളക്ഷൻ ലീവ്സ് ഇ ഡബിൾ ഡാഷ് ഫിക്സഡ് എന്ന് പറയണമെങ്കിൽ ഇതിലെ ഓരോ ആളുകളും അല്ലേ സിഗ്മ ഐ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ആയിരിക്കണം. ഫോർ എവറി ഐ ഇസ് ഈക്വൽ ടു 1, 2 3 ആളുകളും ചെയ്യണം. അതുപോലെ ഫോർ എവറി എ ബിലോങ്സ് ടു ഇ ഡബിൾ ഡാഷ്. അപ്പോൾ ഈ സി ലീവ്സ് ഇ ഫിക്സഡ് എന്ന് എപ്പോഴാണ് പറയുക? സി ലീവ്സ് ഇ ഫിക്സഡ് എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം? സിഗ്മ ഐ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഫോർ എവറി, എത്ര ആളുകളുണ്ട്? ഫോർ എവറി ഐ ആൻഡ് ഫോർ എവറി എ ബിലോങ്സ് ടു ഇ. കിട്ടിയോ? ഇനിയിപ്പോൾ ഈ കളക്ഷനകത്ത് ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ എഴുതിയാലും മതി. കളക്ഷൻ സിഗ്മ ലീവ്സ് ഇ ഫിക്സഡ് എന്ന് പറയുന്നതിന് പകരം സിഗ്മ ലീവ്സ് ഇ ഫിക്സഡ് എപ്പോഴാണ് പറയുക? ഒരാളല്ലോ. സിഗ്മ ഓഫ് എ ഇസ് ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു ഇ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി ഐസോമോർഫിസം സിഗ്മ ലീവ്സ് ഇ ഫിക്സഡ്. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നോക്കേണ്ടി വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിയറംസും ബാക്കി റിസൾട്ടുകളും നമുക്ക് പ്രൂവ് ചെയ്യാം.